നമസ്കാരം. മഴതോരു മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. വളരെ സങ്കടകരമായ ഒരു എപ്പിസോഡിലൂടെയാണ് ഇപ്പോൾ മഴതോരു മുൻപേ കടന്നു പോകുന്നത്. അലീന എന്നേക്കുമായി പോകണമെന്ന് ആഗ്രഹിച്ച കമലയുടെയും വൈജയന്തിയുടെയും ആഗ്രഹം സഫലമായിരിക്കുകയാണ്. അലീന എന്നേക്കുമായി കടപ്പാട്ടൂരിൽ നിന്ന് പടിയിറങ്ങിപ്പോയി. പക്ഷേ അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് വിചാരിക്കുന്ന കമലയ്ക്കും വൈജയന്തിക്കും തെറ്റി. ഇനിയാണ് അവിടെ അങ്ങോട്ട് പ്രശ്നങ്ങൾ തുടങ്ങാൻ പോകുന്നത്. എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. അത് മാത്രമല്ല, ചില സത്യങ്ങൾ അലീന ഇന്ന് തിരിച്ചറിയുകയാണ്. അതോടുകൂടി അലീന തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അലീന വളരെ സങ്കടത്തിലാണ്. ബാലചന്ദ്രന്റെ മുന്നിൽ പോയി നിന്ന് സുന്ദരിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുമ്പോഴും തനിക്ക് യാതൊരു ഇഷ്ടത്തോടും കൂടിയല്ല ആ വീട്ടിൽ നിന്നും പോകുന്നത്. ആ സങ്കടം അലീന പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അലീന നിൽക്കുമ്പോൾ ബാലചന്ദ്രനും അതിനൊപ്പം കരയുകയാണ്. ബാലചന്ദ്രൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിന്നെ ഈ രീതിയിൽ ഇങ്ങനെ അണിയിച്ചൊരുക്കി വിടാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. നീ ഇങ്ങനെ സുന്ദരിയായി അണിഞ്ഞു പോകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. നിന്നെ ഇങ്ങനെ ഇറക്കി വിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അതിൻ്റെ സമയവും സന്ദർഭവും മാറിപ്പോയി എന്നാണ് ബാലചന്ദ്രൻ പറയുന്നത്. അത് കേട്ടിട്ട് അലീന വളരെ സങ്കടത്തിലാണ്. സങ്കടത്തോടുകൂടി അലീന നിൽക്കുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നിൽക്കണ്ട, വാ പെട്ടെന്ന് പോവാം, വാ എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പുറത്തേക്ക് പോയി. ആ സമയത്ത് തന്നെ രോഹിത്തിനോട് അലീന യാത്ര ചോദിക്കുകയാണ്. രോഹിത്തിനോട് പറഞ്ഞത്, ഞാൻ പോകുന്നുണ്ട്, നിന്നെ എൻ്റെ 2 സഹോദരിമാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അവരെ പൊന്നുപോലെ നോക്കിക്കോളും. പൊന്നുപോലെ നോക്കുക മാത്രമല്ല, ഒരു പ്രശ്നവും ഉണ്ടാകാതെ നീ നോക്കിക്കോണമെന്ന് അലീന രോഹിത്തിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞാലും പല പ്രശ്നങ്ങളും ഉണ്ടാവാം. പക്ഷേ അതൊന്നും വലിയൊരു പ്രശ്നമായി മാറാതെ എല്ലാവരെയും സംരക്ഷിക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. എന്നാൽ നമ്മളെല്ലാവരും മറന്നുപോകുന്ന മറ്റൊരു കാര്യവും കൂടിയുണ്ട്. അച്ഛൻ ഹാർട്ട് പേഷ്യൻ്റ് ആണ്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർമ്മ വേണം. ഓരോ കാര്യങ്ങൾ അച്ഛനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ആ കാര്യം മനസ്സിൽ വെച്ചിട്ട് വേണം സംസാരിക്കാനെന്ന് അലീന രോഹിത്തിനോട് പറയുകയും രോഹിത്തിനോട് യാത്ര ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ രോഹിത്ത് തെറ്റായ വഴി കൂടെ പോകത്തില്ല എന്ന് അലീനയ്ക്ക് ഉറപ്പാണ്. കാരണം ആ ഒരു ഉറപ്പ് രോഹിത്ത് തനിക്ക് തന്നിട്ടുണ്ട്. ആ ഒരു വിശ്വാസത്തിലും ധൈര്യത്തിലുമാണ് അലീന പോകുന്നത്. അങ്ങനെ അലീന പോകുന്ന സമയത്ത് കൃഷ്ണമോളോട് യാത്ര ചോദിച്ചു. ബബിതയോട് യാത്ര ചോദിക്കാനായിട്ട് നോക്കുമ്പോൾ ബബിത പുറത്തേക്ക് ഇറങ്ങി വന്നു. ബബിതയോട് യാത്ര ചോദിക്കാൻ ചെന്നപ്പോൾ ബബിത ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എന്നോട് ആരും യാത്ര ചോദിക്കേണ്ട കാര്യമില്ല, എല്ലാവരും തന്നിഷ്ടത്തിന് പോകുന്നതല്ലേ, അതുകൊണ്ട് എന്നോട് ആരും ഒന്നും പറയണ്ട എന്ന് പറഞ്ഞ് ബബിത ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറി കതകടച്ചു. അലീന സങ്കടത്തോടുകൂടി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. കൃഷ്ണമോളോട് യാത്ര ചോദിക്കുന്ന സമയത്ത്, നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അതുകൊണ്ട് അച്ഛനെ നിയന്ത്രിച്ച് നിർത്തേണ്ടത് നീയാണ്. അമ്മ തിരികെ വന്നു കഴിഞ്ഞാലും അമ്മ ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയും പ്രശ്നങ്ങൾ രൂക്ഷമാകാതെ നോക്കേണ്ടത് നീയാണ്. കാരണം എല്ലാ സത്യങ്ങളും നിനക്കേ അറിയാവൂ എന്ന് അലീന കൃഷ്ണയോട് ഓർമ്മപ്പെടുത്തുകയും തിരികെ ബാലചന്ദ്രനൊപ്പം പോവാനായിട്ട് ഇറങ്ങി. പടിയിറങ്ങി പോകുന്ന സമയത്ത് ബബിതയെ ഒന്ന് അവസാനമായി കാണണമെന്ന് അലീന ആഗ്രഹിച്ചു. കൃഷ്ണ അതുകൊണ്ട് തന്നെ ബബിതയുടെ റൂമിലേക്ക് ചെല്ലുകയും ബബിതയോട് അലീന ചേച്ചിയെ യാത്ര പറഞ്ഞ് അയക്കണ്ടേ, അതുകൊണ്ട് ബബിത ചേച്ചി വാ, ഇത്ര സങ്കടപ്പെട്ട് ദേഷ്യപ്പെട്ട് നിൽക്കാതെ വാ എന്ന് പറഞ്ഞു. പക്ഷെ ബബിത നല്ല ദേഷ്യത്തിലാണ്. ബബിത എത്ര പറഞ്ഞിട്ടും വരാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ കൃഷ്ണ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ രോഹിത്തും പറയുന്നുണ്ട്, ബബിത ഇനി വരത്തില്ല, അവളെ നോക്കണ്ട, കാരണം അവക്കിത് താങ്ങാൻ പറ്റത്തില്ല എന്ന് രോഹിത്ത് പറയുന്നുണ്ട്. അങ്ങനെ രോഹിത്തിനോടും കൃഷ്ണയോടും യാത്ര പറഞ്ഞ് അലീന കാറിൽ കയറി. ആ സമയത്ത് ബബിത അവിടെ വന്ന് നിന്ന് നോക്കുന്നുണ്ട് അവർ പോയോ, കാരണം അത്രത്തോളം സങ്കടമാണ്. അലീന പോകുന്നത് കാണാൻ ബബിതയ്ക്ക് ഒട്ടും പറ്റത്തില്ല. അങ്ങനെ കാറിൽ കയറി പോകുന്ന സമയത്ത് അലീന ഭയങ്കര സങ്കടത്തിലാണ്, കരച്ചിലാണ്, നല്ല കരച്ചിലാണ്. പക്ഷേ ആ സമയത്തും ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് വരുന്നുണ്ട്. ആ ഒരു പാട്ട് കേട്ട് ആ ഒരു സീന് കാണുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചൊക്കെ അത്രത്തോളം തകർന്നു പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ശരിക്കും ഈ അലീന പടിയിറങ്ങി പോകുന്നത് നമ്മൾ നേരിട്ട് കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നടക്കുന്ന സംഭവം പോലെ തോന്നും. അത്ര
അത്രത്തോളം റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സോങ് തന്നെയായിരുന്നു. അങ്ങനെ അലീന പോയി. അതിനുശേഷം കൃഷ്ണ പോയി ബബിതയോട് സംസാരിക്കാനും ബബിതയെ ആശ്വസിപ്പിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ബബിതയ്ക്ക് നല്ല സങ്കടമാണ്. കാരണം ഈ ഒരു അവസ്ഥയിൽ ബബിതയ്ക്ക് അലീനയെ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ബബിത ദേഷ്യത്തിൽ അവിടെ നിൽക്കുന്നത്. അങ്ങനെ അലീന പോയി. ഭയങ്കര സങ്കടമാണ് അലീനയ്ക്ക് ഇപ്പോഴും. എന്നാൽ അലീന പോകുന്ന സമയത്ത് കരയുന്നത് കണ്ടപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് ഇത്രയും സങ്കടം ഉണ്ടെങ്കിൽ നീ എന്തിനാണ് പോകുന്നത്? നീയാണ് നിർബന്ധിച്ചത് എനിക്ക് പോകണമെന്നും നിനക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്നും നീ തന്നെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് നീ എന്തിനാണ് ഇത്ര സങ്കടപ്പെടുന്നത്? നീ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? നിനക്ക് അങ്ങനെയാണെങ്കിൽ പോകാതിരുന്നാ പോരെ മോളെ, നീ ഇവിടെ നിന്നൂടെ, നിനക്ക് ഇവിടെ നിന്നൂടെ? ഞങ്ങൾ ആരും നിന്നോട് പോകാൻ പറഞ്ഞില്ലല്ലോ, നീ തന്നെയല്ലേ വന്ന് പറഞ്ഞത് അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, എനിക്ക് പോകണമെന്ന്. അപ്പൊ നീ എന്തിനാണ് ഇത്ര സങ്കടപ്പെട്ട് ഇത്രത്തോളം വേദന സഹിച്ച് നീ എന്തിനു പോകണം എന്ന് ബാലചന്ദ്രൻ ചോദിച്ചു. അപ്പോൾ അലീന അതിന് പറഞ്ഞ മറുപടി, അച്ഛാ എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് ഞാൻ ശരിയാണ്, പക്ഷേ എനിക്കത് ഇഷ്ടമുണ്ടായിട്ടല്ല. അപ്പൊ ബാലചന്ദ്രൻ അറിയാം ഞങ്ങളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അലീന പോകുന്നതെന്ന്. പക്ഷേ താൻ ഇവിടെ വന്നപ്പോൾ ഒരു അനാഥയെ പോലെയാണ് വന്നത്. പക്ഷേ തിരിച്ചു പോകുമ്പോൾ എനിക്കൊരു അച്ഛനെ കിട്ടി, ഒരു അമ്മയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി. ആ ഒരു സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട് എന്ന് അലീന പറയുകയും എല്ലാവരുടെ മുന്നിലും എൻ്റെ മകളാണ് എന്ന് അച്ഛൻ ധൈര്യത്തോടു കൂടി അത്രത്തോളം സന്തോഷത്തോടു കൂടി പറയുമ്പോൾ ഞാൻ എത്രത്തോളം സന്തോഷവതിയായിരുന്നു എന്ന് അച്ഛൻ അറിയാമോ എന്നൊക്കെ അലീന ചോദിച്ചു. അലീനയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ബാലചന്ദ്രന് അത്രത്തോളം സങ്കടമുണ്ട്. അലീനയെ കൊണ്ടാക്കാൻ പോലും ബാലചന്ദ്രന് പറ്റത്തില്ല, അത്രത്തോളം ഇഷ്ടമല്ല. എങ്കിൽ പോലും അലീനയുടെ സന്തോഷത്തിനും അവളുടെ സുരക്ഷിതത്തിനും വേണ്ടിയിട്ട്, അവളുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കൊണ്ടാക്കുന്നത്. എന്നാൽ ഈ വാർത്ത, അലീന പോയി എന്നുള്ള വാർത്ത കൊല്ലപ്പള്ളിയിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അതായത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ കമലയും വൈജയന്തി അറിഞ്ഞിട്ടില്ലായിരുന്നു. കമല ആ വിവരം അറിഞ്ഞു. ബബിത രഞ്ജുവിനെ വിളിച്ചു പറയുകയും രഞ്ജു കമലയെ വിളിച്ചു പറയുകയും ചെയ്തു. അങ്ങനെ ആ സന്തോഷ വാർത്തയും കൊണ്ടാണ് ശിവന്റെ അടുത്തും പിന്നെ ഗംഗേട്ടന്റെ അടുത്തേക്കും കമല ഓടി വരുന്നത്. ഗംഗേട്ടനും ശിവനും കൂടി ഇനി എന്ത് ചെയ്യും? അലീന പോയ സ്ഥിതിക്ക് ഇനി വലിയൊരു ഭൂകമ്പം തന്നെ അവിടെ ഉണ്ടാകും. അപ്പോൾ ഇനി ഈ പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യും എന്നറിയാതെ നിൽക്കുകയായിരുന്നു. പിന്നെ ശിവൻ പറയുന്നുണ്ട്, എന്തായാലും ഗംഗേട്ടൻ അങ്ങ് പൊക്കോ, ഇനിയിപ്പോൾ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ പറ്റത്തില്ല, ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഗംഗേട്ടൻ തിരിച്ചു പൊക്കോളൂ, കുഴപ്പമൊന്നുമില്ല, ഞാൻ എന്തായാലും ഇപ്പോൾ പോകുന്നില്ല. എനിക്കിനിയിപ്പോൾ ഹരിയുടെ കാര്യങ്ങളും കൂടി നോക്കിയിട്ടല്ലേ എനിക്ക് പോകാൻ പറ്റത്തുള്ളൂ, അതും അവിടെ ജോലി ഉണ്ടെങ്കിൽ മാത്രം. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇവിടെ കാണും എന്ന് ശിവൻ പറയുന്നുണ്ട്. ആ സമയത്താണ് കമല ഓടി വരുന്നതും ഈ സന്തോഷ വാർത്ത അവരെ അറിയിക്കുന്നതും. അതോടുകൂടി നല്ല ദേഷ്യത്തില് ശിവൻ തിരിച്ച് സംസാരിക്കുകയും, എന്നാൽ അലീന ഇവിടെ വന്നതോടുകൂടിയാണ് ഇവിടത്തെ പ്രശ്നങ്ങൾ തുടങ്ങിയതെന്നും എന്റെ മകൻ ജയിലിൽ പോകാൻ കാരണവും അവളാണെന്നും കമല പറഞ്ഞു. അത് കേട്ടിട്ട് ഗംഗേട്ടനെ സഹിച്ചില്ല. ഗംഗേട്ടൻ പറഞ്ഞത്, അലീന അവിടെ ഒരു തെറ്റുകാരിയുമല്ല, ഹരി ചെയ്ത തെറ്റിന് അവന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങൾ അവനുണ്ടായത്. അവൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് അവൻ അനുഭവിക്കുന്നത്. അതുകൊണ്ട് അതിലിനി മറ്റുള്ളവരെ വലിച്ചിഴക്കേണ്ട കാര്യമില്ല എന്ന് ഗംഗേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ ശിവനും ഗംഗേട്ടനും നല്ല മറുപടി തന്നെ കമലയ്ക്ക് കൊടുത്തു. എന്നാൽ അലീന ഇനി തിരിച്ചു വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കും, എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുമെന്നാണ് കമല പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഈ ഒരു പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തായാലും കമലയോട് ദേഷ്യപ്പെടുന്നത് എന്തിനാണ്, നിനക്ക് അവളോട് സമാധാനത്തിൽ സംസാരിച്ചാൽ പോരെ, ഇല്ലെങ്കിൽ മറുപടി പറയണ്ട എന്ന് ഗംഗേട്ടൻ പറയുമ്പോഴും കമലയുടെ സ്വഭാവത്തിൽ അവളെ നല്ല പോലെ, ഇപ്പോൾ ഹരിയുടെ കാര്യമാണെങ്കിലും ഞാൻ കമല പറയുന്നതെല്ലാം കേട്ടതുകൊണ്ടാണ് ഹരി ഇങ്ങനെ ആയിപ്പോയത്. അതുകൊണ്ട് ഞാൻ ഇനി എന്തായാലും അവളെ അടിക്കാൻ എനിക്ക് എന്തായാലും പറ്റത്തില്ലല്ലോ, അടിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ അതെല്ലാം അനുഭവിക്കണം. അതുകൊണ്ട് വാക്കുകൊണ്ട് വേദനിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ശിവൻ പറയുന്നുണ്ട്. പക്ഷേ അലീന പോയതോടുകൂടി ഇനി വൈജയന്തി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വലുതായിരിക്കും. അതിനെ എങ്ങനെ പരിഹരിക്കും എന്നുള്ളൊരു ചിന്തയിലാണ് ഗംഗേട്ടനും ശിവനും. എന്തായാലും എപ്പിസോഡ് അവസാനിച്ചു. പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? കമല ഈ സന്തോഷ വാർത്ത വൈജയന്തി അറിയിച്ചിട്ടുണ്ട്. വൈജയന്തിയോട് എന്നിട്ട് പറയുകയും ചെയ്തു, എന്തായാലും ബബിതയും കൃഷ്ണയും രോഹിത്തും ബാലചന്ദ്രനും ഒക്കെ അലീന പോയതിൽ നല്ല സങ്കടത്തിലാണെന്നും അതുകൊണ്ട് അവൾ ഇനി ചിരിച്ചുകൊണ്ട് കടപ്പാട്ടൂരേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുമെന്ന് കമല വൈജയന്തിയോട് പറയുന്നുണ്ട്. എന്നാൽ ഇനി എന്ത് സംഭവിച്ചാലും അലീന അവള് തിരിച്ചു വരത്തില്ല, അത് എന്റെ വാക്കാണെന്നാണ് വൈജയന്തി പറയുന്നത്. പക്ഷെ വൈജയന്തി കടപ്പാട്ടൂരേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ നടക്കും. അവസാനം വൈജയന്തിയുടെ നിലനിൽപ്പിനെ തന്നെ അത് ബാധിക്കും. വൈജയന്തി അവിടെ നിന്ന് പടിയിറങ്ങി പോകേണ്ട അവസ്ഥ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്.
ഈ യാത്രക്കിടയിൽ സ്റ്റാൻലി ജോസഫ് ആരാണെന്നും അലീന എവിടേക്കാണ് പോകുന്നത് എന്നുള്ള സത്യങ്ങൾ ബാലചന്ദ്രൻ അലീനയോട് പറയുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. അതുവരേക്കും ബൈ.